തിരികൾ തെളിയുന്നു, വേദി ഉയരുന്നു, കാൽവരി യാഗമിതാ ഒരുങ്ങുന്നു. ഹൃദയം ഉണരുന്നു, സ്തുതികൾ പാടുന്നു, സ്വർഗത്തിൻ സമയമിതാണയുന്നു. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. സ്തുതികൾ പാടുന്നു, വേദി ഉയരുന്നു, കാൽവരി യാഗമിതാ ഒരുങ്ങുന്നു. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, ആബേലിൻ ബലി തന്നിൽ സംപ്രീതനായി. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യമായി, ആബേലിൻ ബലി തന്നിൽ സംപ്രീതനായി. ദൈവമേ എന്നും നീ വന്നിടണേ, യാചനകൾ സദയം നീ കേട്ടിടണേ. ദൈവമേ എന്നും നീ വന്നിടണേ, യാചനകൾ സദയം നീ കേട്ടിടണേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള ബിഷപ്പ് റോബർട്ട് ബാരൻ സ്വർഗാരോഹണ തിരുനാളിന് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷനുണ്ട്. അതിങ്ങനെയാണ്: ദി അസെൻഷൻ ഈസ് നോട്ട് ജീസസ് ഗോയിങ് എവേ, ഇറ്റ് ഈസ് ജീസസ് അസ്യൂമിങ് ഹിസ് പൊസിഷൻ ആസ് ദ ലീഡർ ഓഫ് ദ ചർച്ചസ് ലൈഫ്. സ്വർഗാരോഹണം എന്നത് യേശു നമ്മെ വിട്ടുപോകലല്ല, മറിച്ച് യേശു സഭയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കലാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ നമുക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്: യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തിരുസഭയുടെ സ്ഥാപകനും ശിരസുമായ യേശുവിൻ്റെ നിറസാന്നിധ്യമാണ് സ്വർഗാരോഹണത്തിലൂടെ വിവക്ഷിതമാകുന്നത്. യേശുവാണ് സഭയുടെ, രൂപതയുടെ, ഇടവകയുടെ, നമ്മളുടെയൊക്കെ കൊച്ചു കുടുംബത്തിൻ്റെ നേതാവ്. നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് ക്രിസ്തുവാണ്. ഈ ഒരു ബോധ്യം ഈ സ്വർഗാരോഹണ തിരുനാളിൽ നിങ്ങളിൽ ആഴപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടെ നമുക്ക് ഈ തിരുനാളിലെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ, നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ ദിനമങ്ങേ ഏകജാതനായ ഞങ്ങളുടെ രക്ഷകൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ അതേ മാനസത്താൽ സ്വർഗീയമായവയിൽ വസിക്കാനും അനുഗ്രഹിക്കണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിന് കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറിച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നത ദൈവം വിദിതനാണ്. അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സ്വസ്ഥലം ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ അർപ്പിക്കുവിൻ. കൃതജ്ഞത ആലപിക്കുവിൻ. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനങ്ങളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. ജയഘോഷത്തോടും ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. ആരോഹണം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് ആവശ്യമായ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി
വിശ്വാസികളായ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരികൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. ഇതാ ലോകാവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവനവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് മുമ്പിൽ ഒരു പ്രത്യക്ഷങ്ങൾ നടത്തുന്ന ഒരു പരമ്പര തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവസാനം ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. ഈ സംഭവത്തെയാണ് തിരുസഭ സ്വർഗാരോഹണ തിരുനാൾ എന്ന് വിളിക്കുന്നത്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ആദിമാതാപിതാക്കളുടെ പാപത്തെ തുടർന്ന് ദൈവം സ്വർഗത്തിൻ്റെ വാതില് മനുഷ്യന് നേരെ അടച്ചു. പക്ഷേ അവർ വിശ്വസിക്കുന്നത് യഹൂദരിൽ 3 പേര് മാത്രമാണ് ശരീര രക്തങ്ങളോടുകൂടെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ടുള്ളത്. 1 ഏനോക്ക്, 2 മോശ, 3 ഏലിയ. എനോക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലാണ് എനോക്കിനെ പറ്റി നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഒരിക്കൽ എനോക്കിനൊപ്പം ദൈവം നടന്നു. പിന്നീട് ആരും എനോക്കിനെ കണ്ടിട്ടില്ല. കാരണം ദൈവം എനോക്കിനെ എടുത്തു. എനോക്കിൻ്റെ പുസ്തകം എന്ന പേരിൽ ഒരു അപ്രമാണിക ഗ്രന്ഥം പോലും നിലവിലുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദത്തിൻ്റെ 7-ാം തലമുറയിൽപ്പെട്ട എനോക്ക് ഏറെ സത്യസന്ധനും നീതിമാനുമായിരുന്നു. എനോക്കിൻ്റെ നീതിനിഷ്ഠയെ പരിഗണിച്ചാണ്
ദൈവം എനോക്കിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തത്. യഹൂദര് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് വിശ്വസിക്കുന്ന രണ്ടാമൻ മോശയാണ്. മോശ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ച് ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും മോശ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കല്ലറ ഇന്നേ വരെ ഒരാളും ഒരു യഹൂദനും കണ്ടിട്ടുമില്ല. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ അവർ മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ശരീരത്തോടുകൂടെ എന്നാണ് വിശ്വസിക്കുന്നത്. മോശയുടെ സ്വർഗാരോപണം എന്നുള്ള പേരിൽ ഒരു അപ്രമാണിക ഗ്രന്ഥവും നിലവിലുണ്ട്. മൂന്നാമൻ ഏലിയായാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും തീക്ഷ്ണവതിയായിട്ടുള്ള പ്രവാചകൻ. തൻ്റെ പിൻഗാമിയായി ഏലീശ്വായെ തിരഞ്ഞെടുത്തു. ഏലീശ്വ നോക്കി നിൽക്കെ സ്വർഗത്തിൽ നിന്നൊരു അഗ്നിരഥം ഇറങ്ങി വന്ന് ഏലിയായെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പറഞ്ഞ 3 പേരും യഹൂദര് വിശ്വസിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചത് സ്വന്തം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് ദൈവമാണ് അവരെ സ്വർഗത്തിലേക്ക് എടുത്തത്. അതുകൊണ്ട് ഇവരുടെ സ്വർഗത്തിലേക്കുള്ള പോക്കിനെ സ്വർഗാരോപണം എന്നാണ് പറയുന്നത്. മാതാവിൻ്റേത് സ്വർഗാരോപണമാണ്. പക്ഷേ യേശുവിനെ ആരും സ്വർഗത്തിലേക്ക് എടുത്തതല്ല. എല്ലാവരും നോക്കി നിൽക്കെ യേശു സ്വന്തം ശക്തി ഉപയോഗിച്ചാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റേത് ആരോഹണമാണ്, സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ 2 വാക്കുകളും ആളുകൾ തെറ്റി ഉപയോഗിക്കാറുണ്ട്. സ്വർഗാരോപണം വേറെ, യേശുവിൻ്റേത് മാത്രമാണ് സ്വർഗാരോഹണം. മാതാവിൻ്റേതും മറ്റ് പറഞ്ഞ 3 വ്യക്തികളുടെ സ്വർഗത്തിലേക്കുള്ള പോക്ക് സ്വർഗാരോപണമാണ്. ഇത് പൊതുവായി സംഭവിക്കുന്ന ഒരു തെറ്റാണ്. എല്ലാവരും നോക്കി നിൽക്കെയാണ് ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയത് എന്നുള്ളത് അതിലൊരു ഇംപ്ലൈഡ് മീനിങ് കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വർഗമെന്നുള്ളൊരു ഇടവും സാധ്യതയും നിങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടെ ക്രിസ്തു ആ കയറിപ്പോക്കിലൂടെ പബ്ലിക്കായിട്ട് അവരുടെ മുമ്പിൽ നടത്തുന്ന സ്വർഗാരോഹണത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ക്രിസ്ത്യാനി ഏറ്റവും കുറവ് ധ്യാനിക്കുന്ന ഒരു സ്വർഗീയ സത്യം സ്വർഗം എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ജോൺ ബോസ്കോയുടെ മുമ്പിൽ വരുന്ന കുട്ടികളോട് സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ടായിരുന്നു: നിങ്ങൾ കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുക, ഹൃദയം കൊണ്ട് സ്വർഗത്തിൽ നടക്കാൻ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സ്വർഗം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഏതോ ഒരു സ്ഥലം ആണ് എന്നൊരിക്കലും അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സ്വർഗം എന്നതൊരു സ്റ്റേറ്റാണ്, ഒരു അവസ്ഥയാണ്. പോപ്പ് ബെനഡിക്റ്റ് 16 നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സ്വർഗത്തിന് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യൻ ദൈവത്തിൽ വാസസ്ഥലം കണ്ടെത്തുന്നു എന്നുള്ളതാണ് സ്വർഗം. മനുഷ്യൻ ദൈവത്തിൽ വാസസ്ഥലം കണ്ടെത്തുന്നു. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമത്തിൽ, ആ കോൺഫ്ലുവൻസിൽ നിന്നാണ് സ്വർഗം ഉണ്ടാകുന്നത്. അതിനാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, നമ്മളുടെയൊക്കെ ഭാവി എന്ന് പറയുന്നത് സ്വർഗമാണ്, വേറെ ഒന്നുമല്ല. ബ്രിട്ടീഷ് എഴുത്തുകാരനും ആംഗ്ലിക്കൻ ദൈവശാസ്ത്രജ്ഞനുമായിട്ടുള്ള C.S. ലൂയിസ് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്വർഗത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ചൈൽഡ് അബ്യൂസുകൾ ഉണ്ടാവില്ല, ആത്മഹത്യകൾ ഉണ്ടാവില്ല, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സ്വർഗത്തെ സ്വപ്നം കാണാനായിട്ട് മറന്നുപോകുന്ന ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ എൻ്റെ സ്പേസ്, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ധ്യാനിക്കാനായിട്ട് വേണ്ടിയാണ് എല്ലാവരും കാണുകെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് എന്ന് ഞാൻ എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് വിശ്വസിക്കുവാണ്. എല്ലാവരും അവരവരുടെ സ്വർഗസങ്കല്പങ്ങളിലേക്ക് മടങ്ങാം. സ്വർഗത്തിലെ എൻ്റെ ഇടത്തെപ്പറ്റി നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം.
സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നല്ലൊരു തിരുനാൾ ആശംസിക്കുന്നു. ഹാപ്പി സൺഡേ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ സ്വർഗാരോഹണ തിരുനാളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നിത്യപുരോഹിതനായ യേശുവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം അങ്ങയുടെ ദിവ്യമായ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ, അങ്ങനെ അങ്ങയുടെ ദിവ്യമായ പ്രകാശത്തിൽ ജ്വലിക്കുവാനും മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങയുടെ സാക്ഷികളായി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, യുദ്ധത്താലും സാമ്പത്തിക പ്രതിസന്ധികളാലും കാലവർഷ കെടുതികളാലും കഷ്ടതയെ അനുഭവിക്കുന്നവരെ അങ്ങയുടെ അത്ഭുതകരമായ വലതുകരത്താൽ സംരക്ഷിക്കണമെന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ രക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ സേവകരുടെയും മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും കെണിയിൽ അകപ്പെടാതെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാനുള്ള വെളിച്ചം ഇന്നത്തെ യുവജനങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് വൈദ്യനും നിത്യജീവന്റെ നാഥനുമായ യേശുവേ, രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തണമെന്നും ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് കടന്നു വന്നവർക്ക് നിത്യജീവൻ നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതം ഏകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെങ്ങും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രാർത്ഥനാനിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടാൻ അനുഗ്രഹിക്കണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം പൂണ്ടു നിൽക്കവേ ഇന്ന് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായ അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസും ഉറവിടവുമായ അവിടുന്ന് എത്തിച്ചേർന്നിടത്ത് അവിടുത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നു ചേരുമെന്ന് ഉറപ്പുവരുത്താനാണല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞു ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഘവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തെ വരുവോനേറ്റം ധന്യനുമാം, വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും
അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേൽപ്പോൾ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം.
പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങീ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാമീ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. തൂവെള്ളഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ.
ആരാധന പാടാമാരാധന നിത്യം ആരാധന. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇഹത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ നിയുക്തരായവരെ അങ്ങ് അനുവദിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പമായിരിക്കുന്നിടത്ത് ക്രിസ്തീയ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ഈ ദിനം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് ആയിരിക്കുന്നിടത്ത് ചെന്നു ചേരാൻ കവാടം തുറന്നു തരുകയും ചെയ്ത തൻ്റെ ഏകജാതന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ദർശനമരുളിയ പോലെ വിധിയാളനായി വരുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിത്യകാലം സംപ്രീതനായി കാണപ്പെടാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രതാപത്തിൽ പിതാവിനോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യുഗാന്തം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനം സന്തോഷപൂർവം അനുഭവിച്ചറിയാൻ പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോസാപ്പൂവേ, റോസാപ്പൂവേ, സ്വർഗീയ റോസാപ്പൂവേ, ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ. റോസാപ്പൂവേ, റോസാപ്പൂവേ, സ്വർഗീയ
ഹോസാ